ഇന്ന് നമുക്ക് ഇഫ്താറിന് കഴിക്കാൻ പറ്റില്ല അടിപൊളി ടേസ്റ്റിയായ ടർക്കിഷ് ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്തതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഒറിഗാനോയും ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയിൽ വെച്ച് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അടച്ചു വെച്ച് ആദ്യം കുക്ക് ചെയ്തെന്ന് വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്ത് വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ഡ്രൈ ആയി കിട്ടുമ്പോൾ നമുക്ക് ചിക്കൻ മാറ്റി വയ്ക്കാം. അതേ പാനിലേക്ക് നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കണം. ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത്. എന്നാലും ഞാൻ പറയാം. 1 ടേബിൾ സ്പൂൺ ബട്ടറിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് 1 കപ്പ് പാലും ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. നന്നായി കുറുക്കി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചില്ലി ഫ്ലേക്സും ഒറിഗാനും പെപ്പർ പൗഡറും ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടോ. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ചേർത്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ നല്ല ക്രീമി ആയ ഒരു ഫില്ലിംഗ് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ആവശ്യം നമ്മുടെ ബണ്ണാണ് കേട്ടോ. ബർഗർ ബണ്ണ് എടുത്തിട്ടുണ്ട്. അത് 2ആയി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിനുള്ളിലേക്ക് നമ്മുടെ ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് മുകളിൽ നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുന്ന ബണ്ണ് ഇതുപോലെ പ്ലസ് ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വല്ലാതെ കട്ട് ചെയ്യേണ്ട, നല്ല സോഫ്റ്റ് ബണ്ണാണെങ്കിൽ ജസ്റ്റ് ഒരു വര ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ബട്ടറിൽ മല്ലിയിലയും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ടിട്ട് ബണ്ണിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ എല്ലാ ബണ്ണും ചെയ്യാം കേട്ടോ. നല്ല സോഫ്റ്റ് ബണ്ണാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിരിക്കും കേട്ടോ അത്. ഇപ്പോൾ സോഫ്റ്റ് ബണ്ണ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് 180 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് എയർ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടർക്കിഷ് ചിക്കൻ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം.